ഹായ് നമസ്കാരം കൂട്ടുകാരെ. അപ്പത്തിനും ഇടിയപ്പത്തിനും അതുപോലെ തന്നെ പത്തിരിക്കൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള തനി നാടൻ വെള്ളക്കടല കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നല്ല രുചികരമാണ് കേട്ടോ ഈ കറി. അപ്പോൾ ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. നമ്മളിത് തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളക്കടലയാണ് കേട്ടോ. തലേദിവസം തന്നെ കുതിർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളിത് വേവിക്കുന്നതിൻ്റെ ഒരു 3-4 മണിക്കൂർ മുമ്പ് ഇത് കുതിർത്ത് വെച്ചാൽ മതി. നല്ല നാടൻ കറിയാണ്. നമുക്ക് പുട്ടിന്, വെള്ളപ്പത്തിന്, അതുപോലെ പത്തിരി, ഇടിയപ്പം ഇതിനൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ കുക്കറിലേക്ക് കടല ഇട്ട് കൊടുത്തിട്ട് നെകയ്ക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഒരു 3 വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ അതൊന്ന് വേവിക്കുന്നത്. 3 വിസിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നോക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് ഇട്ടിരിക്കുന്നത്. കടല കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ കടലയിൽ നിന്നും ഒരു 2 ടീസ്പൂൺ കടല നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇത്രയും കടല നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കൈപ്പിടിയോളം നാളികേരം മാത്രമാണ് എടുക്കുന്നത്. അത്രയും എടുക്കാം. അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 4 പച്ചമുളക്, നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള മുളകാണ് കേട്ടോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടാതെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം. നമ്മളൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കടുക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രം മതി. കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 വറ്റൽമുളക് നടുകെ കയറിയതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, അത് ചേർക്കാം. അതോടൊപ്പം തന്നെ ഒരു 3 വെളുത്തുള്ളിയെ ചെറുതാക്കി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് നടുകെ കീറിയത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതാണ്, അതുകൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായി വാടി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് ചതച്ചതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ, അതുകൂടി നന്നായിട്ട് ചേർത്തതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ, അത് ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഒരു 2 മിനിറ്റോളം കേട്ടോ ഒന്ന് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. നമ്മൾ നേരത്തെ ഇതേ കണ്ടോ അരച്ചെടുത്തതാണ്. തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ കടലയൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ളതാണ്. നമ്മുടെ കറി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിൽ നിന്നും ഈ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ നാളികേരമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം കടലയിലേക്ക് ഒരല്പം ഉപ്പിട്ടിട്ട് മാത്രമാണ് വേവിച്ചിട്ടുള്ളത്. കറിയുടെ ഉപ്പ് നമുക്ക് ഈ സമയത്ത് നോക്കാവുന്നതാണ്. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് കുറച്ചൊരല്പം ഇട്ട് കൊടുക്കാം. ഇതോടുകൂടി നമ്മുടെ കറി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു കടലക്കറിയാണിത്. നമ്മൾ സാധാരണയായിട്ട് ഈ വെള്ളക്കടല വെച്ചിട്ട് നമ്മൾ ചന മസാലയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ നല്ല രുചികരമായിട്ടുള്ളൊരു കറിയാണ്, ഒരു നാടൻ ഫ്ലേവറാണ് കേട്ടോ അതിന്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പത്തിനും ഇടിയപ്പത്തിനും അതുപോലെ തന്നെ പുട്ടിനും ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.